ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി MG യൂണിവേഴ്സിറ്റി VC ഡോക്ടർ D മാവൂദ്. VC ആയി ചുമതലയേറ്റ ശേഷം ഗവർണറുമായി ആദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ചയിൽ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക വിഷയങ്ങൾ ചർച്ചയായി. ജോസി ബാബു വിശദാംശങ്ങളുമായി. ജോസി, VC ആയി ചുമതലയേറ്റ ശേഷമാണ് ഇപ്പോൾ ഗവർണറുമായി MGVC കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച എന്നാണ് മനസ്സിലാകുന്നത്? സൈഫുദ്ദീൻ, MG സർവകലാശാലയുടെ വാർത്താക്കുറിപ്പ് പ്രകാരം ഭരണപരവും അക്കാദമിക് പരവുമായ കാര്യങ്ങൾ വൈസ് ചാൻസലറും ചാൻസലറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സർവകലാശാല ക്യാമ്പസിലെ ഗവേഷണ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ ആനുപാതികമായി വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ഡോക്ടർ D മാവൂദ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ അറിയിച്ചു. ഇക്കാര്യങ്ങളിലടക്കം അനുഭവപൂർണ്ണമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ചാൻസലറുടെ ഭാഗത്തുനിന്നും ഉറപ്പ് ലഭിച്ചതായി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും വൈസ് ചാൻസലറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടാതെ MG സർവകലാശാലയുടെ മുൻകാല കീഴ്വഴക്കങ്ങളൊക്കെയും ലംഘിച്ചുകൊണ്ട് ചാൻസലർ നേരിട്ട് നടത്തിയ നിയമനമായിരുന്നു വൈസ് ചാൻസലറായ D മാവൂദിൻ്റെത്. കുസാറ്റിലെ അധ്യാപകനായ D മാവൂദ് സംഘപരിവാർ അനുകൂലിയാണ്. D മാവൂദിന്റെ വൈസ് ചാൻസലർ നിയമനവും അതോടൊപ്പം തന്നെ 19ഓളം സംഘപരിവാർ അനുകൂലികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതും വലിയ വിവാദമായിരുന്നു. എന്തായാലും സിൻഡിക്കേറ്റ് പുനഃസംഘടനയും ഇനി ഉണ്ടാകും. എന്തായാലും കൂടുതൽ സംഘപരിവാർ അനുകൂലികൾ സെനറ്റിലും അതോടൊപ്പം VC നിയമനത്തിലേക്കുമൊക്കെ എത്തുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ പട്ടികയോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പട്ടികയോ ആവശ്യപ്പെടാതെ ഗവർണർ നേരിട്ടായിരുന്നു ഈ VC നിയമനം അതോടൊപ്പം സെനറ്റ് നോമിനേഷനും നടത്തിയത്. ഈ വിവാദങ്ങളൊക്കെയും ചർച്ചയായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ പുതുതായി ചുമതലയേറ്റ MGVC ഡോക്ടർ മാവൂദ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി ലോക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയത്. സൈഫുദ്ദീൻ. വിവാദങ്ങൾക്കിടെയാണ് പുതിയ MGVC ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.